Assalamu alaikum, welcome to Roseman's Kitchen. Hi friends, ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് പൊറോട്ട കേക്കുമായിട്ടാണ്. ഒരു എരിവുള്ള കേക്ക് ഉണ്ടാക്കിയല്ലോ പൊറോട്ട വെച്ച് ഞങ്ങൾക്ക് എരിവുള്ള ബീഫിൻ്റെ ഒരു കേക്കാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. മധുരമുള്ള കേക്കിൽ നിന്നും വിട്ടിട്ട് ഞങ്ങൾക്കൊരു നല്ലൊരു ബീഫ് പൊറോട്ട കേക്ക് ഉണ്ടാക്കാം. അത് നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്ന് ഈ റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും സൈഡിൽ കാണുന്ന ബെല്ലൈക്കനും ഒന്ന് പ്രസ് ചെയ്യണേ. ഓക്കെ, ഇൻഷാല്ലാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ 5 പൊറോട്ട എടുത്തിട്ടുണ്ട്. ഓക്കെ, പൊറോട്ടൻ്റെ കൂടെ നമ്മൾ ബീഫും എടുത്തിട്ടുണ്ട്. ബീഫിന് മഞ്ഞളും ഉപ്പും മുളകും ഗരം മസാലയിട്ട് വേവിച്ചെടുത്ത് ബീഫാണത്. പിന്നെ നമ്മളൊരു ഫ്രൈ പാനിൽ ഗീ വെച്ചിട്ടുണ്ട് 1 ടേബിൾ സ്പൂണ്. ഗീയിലേക്ക് നമ്മൾ 3 മുട്ട ഇതുപോലെ പൊട്ടിച്ച് വയ്ക്കാൻ. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കാൻ, നന്നായിട്ട് ചിക്കി എടുക്കാൻ. നന്നായിട്ട് ചിക്കി എടുത്ത് ഓൾറെഡി ചിക്കായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ബ്ലാക്ക് പെപ്പർ ഇടാൻ. ഒന്നായി ഇപ്പോൾ ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാൻ. പിന്നെ 1 ടേബിൾ സ്പൂണ് ഗീ ഒഴിക്കാൻ. അതിലേക്ക് ഞാൻ ആൽമണ്ട് എടുത്തിട്ടുണ്ട്. ആൽമണ്ടും കിസ്മിസും ഗോൾഡും എടുത്തിട്ടുണ്ട്, ബ്ലാക്കും എടുത്തിട്ടുണ്ട്. എന്നിട്ട് റോസ്റ്റ് ചെയ്തിട്ട് അത് മാറ്റി വെക്കണം. ഓക്കെ, ഈ സൈഡിൽ തന്നെ മാറ്റി വെച്ചാൽ മതി നമുക്ക്. അങ്ങനെ മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യണം, ഞങ്ങൾ കായ എണ്ണയിൽ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം, 3 വലിയ സവാള ഇടാൻ. ആവശ്യത്തിനുള്ള എണ്ണ കുറച്ചും കൂടി വെച്ചിട്ടുണ്ട്. അതിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ മസാല ഉണ്ടാക്കുകയാണ് ഫസ്റ്റ്. ഓക്കെ, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നത് മസാലയാണ്. 2 മസാല ഉണ്ടാക്കുന്നുണ്ട്. മുട്ടൻ്റെ മസാല ഉണ്ടാക്കി വെച്ച് അതേപോലെ ഇത് ബീഫിൻ്റെ മസാല ഉണ്ടാക്കി വെക്കണം. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചില്ലിയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇടാം. അതിട്ട് വഴറ്റിക്കാൻ ശേഷം ബീഫ് വേവിച്ച വെള്ളമാണ് അത് അതിലേക്ക് ഒഴിച്ച് ഗരം മസാല ഇടാം 1 ടേബിൾ സ്പൂൺ. അതും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ. ബീഫിനെ നന്നായിട്ട് കൈ കൊണ്ട് പിച്ചി എടുത്തിട്ടുണ്ട്. ചെറിയ പീസായിട്ട് എല്ലാണ്ട് ചേർത്ത് അതുകൂട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ബീഫിൻ്റെ ഒരു മസാല ഉണ്ടാക്കുകയാണ് ഞങ്ങൾ. ഓക്കെ, നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള പെപ്പറും കൂടി കുറച്ച് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി വഴറ്റാൻ. ഓക്കെ, നന്നായിട്ട് വെള്ളമൊക്കെ വഴറ്റി നല്ല മസാലക്ക് ഉപ്പും എരിവൊക്കെ പാകത്തിനാകുമ്പോൾ അതിൻ്റെ കൂടെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാൻ. എന്നിട്ടൊന്ന് മല്ലിയില ഇട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാൻ. എന്നിട്ട് നമ്മൾ എന്തൊക്കാൻ, ഇപ്പോൾ ഓൾറെഡി ഡ്രൈ ഒക്കെ ആയി മസാല നന്നായിട്ട് ആയിട്ടുണ്ടാകും മാറ്റി വെക്കാൻ. നിങ്ങളൊരു മിക്സിൻ്റെ ജാറിലൊരു 5 മുട്ടനാണ് എടുത്തിട്ട് അത് 5 മുട്ടയും പൊട്ടിച്ച് വെച്ചിട്ട് ഒരു 1/2 കപ്പ് മിൽക്കും ആവശ്യത്തിനുള്ള ഉപ്പും ഗരം മസാല ആവശ്യത്തിന് പിന്നെ പെപ്പറും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാൻ. കേക്കാക്കി എടുക്കണമല്ലോ, അപ്പോൾ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു 1/4 ഭാഗം നിങ്ങൾ വേറെ പാത്രത്തിലേക്ക് വയ്ക്കാൻ. ബാക്കിയുള്ള ഭാഗത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 5 സ്ലൈസ് ബ്രെഡ് ഇടാൻ. സൈഡൊക്കെ കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡ് ഇടാം. ഓക്കെ, ബ്രെഡ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അത് അടിച്ചെടുക്കാൻ വെക്കാൻ. ഏത് പാത്രത്തിലാണ് നിങ്ങൾ കേക്ക് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് പൊറോട്ട കേക്ക്, അതിലേക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഗീ വെച്ച് അതിൻ്റെ മുകളിൽ ബ്രെഡ് വെച്ചിട്ടുള്ളതുണ്ടല്ലോ അത് അതിലേക്ക് പകുതി വെച്ചിട്ടുള്ളൂ. ബാക്കി വെറും മുട്ട മാത്രം അടിച്ചിട്ടില്ല. അതിലേക്ക് നമ്മൾ ഓരോരോ പൊറോട്ട പോലെ തന്നെ മുക്കി ഒരു പൊറോട്ട വെച്ച് അതിൻ്റെ മുകളിൽ ഞങ്ങൾ എന്ത് ചെയ്ത് ബീഫിൻ്റെ മസാല ഇട്ട് കൊടുക്കാൻ. ഈ 5 പൊറോട്ടൻ്റെ മുകളിലും ഇതുപോലെ ലെയറായിട്ട് പോകണം. ഇങ്ങനെ മസാല ഇട്ട് കൊടുക്കാൻ. നന്നായിട്ട് ആ ബീഫ് പൊറോട്ട ഒരു കറക്റ്റ് അളവിന് എടുത്തിട്ടുള്ളത്. മേലെ പിന്നെയും ഞാൻ എന്തൊക്കെ പൊറോട്ട നന്നായിട്ട് മുക്കി വെച്ച് അതിൻ്റെ മുകളിൽ ഞാൻ മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ബീഫിൻ്റെ മസാല. അതും അതിൻ്റെ മുകളിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാൻ. പിന്നെ അതേപോലെ തന്നെ 3ാമത്തെ ലെയർ പൊറോട്ടയും ഇതുപോലെ തന്നെ മുക്കി അതേപോലെ തന്നെ വെക്കുക അതിൻ്റെ മേലെ. ഓക്കെ, പിന്നെ ഞാൻ എന്തൊക്കെ അതിലേക്ക് ബീഫിൻ്റെ മസാല ഉണ്ടായിരുന്നു, ബീഫിൻ്റെ മസാല ഇട്ട് കൊടുക്കാൻ. ഇതുപോലെ നല്ലോണം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പം മസാല നന്നായിട്ട് ഇട്ട് കൊടുക്കാൻ. ഇപ്പം 4ാമത്തെ പൊറോട്ടയും ഇതുപോലെ വെക്കാൻ. ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുട്ടൻ്റെ മസാല അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കണം. അതിൻ്റെ മുകളിലായിട്ട് നിങ്ങൾ എന്താക്കാൻ ലാസ്റ്റുള്ള ഒരു പൊറോട്ടയും കൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അതിൻ്റെ മുകളിലുള്ള ബാക്കിയുള്ള പാലിന് അതുണ്ടല്ലോ അത് ഒഴിക്കാൻ. അതേപോലെ തന്നെ നിങ്ങൾ ബ്രെഡിൻ്റെ ഒരു മിൽക്കിൽ ഉണ്ടാക്കി വെച്ചിട്ടില്ല ബ്രെഡിൻ്റെ, അതും കൂടി അതിനെ ചുറ്റും ഒഴിച്ച് കൊടുക്കാൻ, ഫുള്ളായിട്ട് കവർ ചെയ്യാൻ. അപ്പോൾ ഇതൊരു കേക്കിൻ്റെ അതേ സ്ട്രക്ചറിൽ തന്നെ നിൽക്കും. ഒക്കെ കറക്റ്റിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ എന്താക്കാൻ ഒരു 1/4 മണിക്കൂറോളം വേവിച്ചോക്കണം മീഡിയം ഫ്ലെയിമിലിട്ട്. ഇപ്പം ഞാൻ എന്തൊക്കെ ആൽമണ്ട് റോസ്റ്റ് ചെയ്ത് ആൽമണ്ടും ഇതേപോലെ ചുറ്റും സൈഡ് വെച്ച് കൊടുത്ത് അതേപോലെ നമ്മുടെ അടുത്ത് ഉണ്ടാക്കി കിസ്മിസും ഇതുപോലെ വൃത്തിയിൽ വെച്ച് കൊടുക്കാൻ. എന്നിട്ട് അടച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഒരു 1/4 മണിക്കൂർ വേവിച്ചെടുക്കുക. ഇപ്പോൾ ഉള്ള ഒരു സൈഡ് ആയിട്ടുണ്ട്. എന്തൊക്കെ വേറൊരു പാത്രത്തിൽ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്.
എന്നിട്ട് അടിയിൽ കുറച്ചും കൂടി എണ്ണ തടവി കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാൻ. ഇത് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള പൊറോട്ട കേക്ക്. ബീഫും പൊറോട്ടയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നല്ല ടേസ്റ്റുള്ള കേക്കാണിത്. എല്ലാവരും മധുരമുള്ള കേക്കൊക്കെ കഴിച്ചിട്ടുള്ളൂ. അപ്പം പൊറോട്ട വെച്ചിട്ട് ഞങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല ബീഫും അതിൻ്റെ ഇടയിൽ മുട്ടൻ്റെ മസാലയും എല്ലാം കൂടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും സൈഡിൽ കാണുന്ന ബെല്ലൈക്കനും ഒന്ന് പ്രസ് ചെയ്യണേ. ഓക്കെ, ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.